Hi friends, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കമ്പ്യൂട്ടർ നെറ്റ്വർക്കിലെ TCP/IP മോഡലാണ്. Then OSIയും TCP/IP മോഡലും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? ഇതെല്ലാമാണ് ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. TCP/IP മോഡൽ. That means Transmission Control Protocol, Internet Working Protocol. OSI മോഡൽ എന്താണ്? അതിൻ്റെ ഫങ്ഷണാലിറ്റീസ് എന്തെല്ലാമാണ്? ഓരോ ലെയേഴ്സിൻ്റെ റെസ്പോൺസിബിലിറ്റീസ് എല്ലാം നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ OSI മോഡലിൽ 7 ലെയേഴ്സാണ് പറയുന്നത്. TCP/IP മോഡൽ എടുക്കുമ്പോൾ ഇവിടെ മെയിനായിട്ടും 4 ലെയേഴ്സ് മാത്രമാണ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. അതായത് ഈ 3 ലെയറും OSIയിലുള്ള ഈ ആപ്ലിക്കേഷനും പ്രസൻറ്റേഷനും സെഷനും അതിൻ്റെ ആ 3 ലെയറിനും പകരം ഇവിടെ ആപ്ലിക്കേഷൻ ലെയറും ട്രാൻസ്പോർട്ട് ലെയറിന് കറസ്പോണ്ടിങ് ട്രാൻസ്പോർട്ട് ലെയറെന്നും നെറ്റ്വർക്ക് ലെയറിന് കറസ്പോണ്ടിങ് ഇൻ്റർനെറ്റ് ലെയറെന്നും ഇവിടെ ഡാറ്റ ലിങ്ക് ലെയറിനും ഫിസിക്കൽ ലെയറിനും കറസ്പോണ്ടിങ് ഇവിടെ നെറ്റ്വർക്ക് ആക്സസ് ലെയറെന്നുമാണ് പറയുന്നത്. സോ ഫങ്ഷണാലിറ്റീസ് എല്ലാം ഇവിടെയും സെയിം തന്നെയാണ്. ദാറ്റ് മീൻസ് നമുക്ക് പറയാം, ഇവിടെ നമ്മൾ OSIയിൽ പറഞ്ഞു ആപ്ലിക്കേഷൻ ലെയറിൻ്റെ ഫങ്ഷണാലിറ്റി, പ്രസൻറ്റേഷൻ ലെയറിൻ്റെ ഫങ്ഷണാലിറ്റീസ് എന്തെല്ലാമാണ്, സെക്ഷൻ ലെയറിൻ്റെ ഫങ്ഷണാലിറ്റീസ് എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പം ഈ 3 ലെയറിൻ്റെയും ഫങ്ഷണാലിറ്റീസ് എല്ലാം ആരാണ് ഇവിടെ ചെയ്യുന്നത്? ഇവിടെ ആപ്ലിക്കേഷൻ ലെയർ ആയിരിക്കും ചെയ്യുന്നത്. ഇവിടുത്തെ ട്രാൻസ്പോർട്ട് ലെയറിൻ്റെ ഫങ്ഷണാലിറ്റീസ് തന്നെയായിരിക്കും ഇവിടെയും പറയുന്നത്. നെറ്റ്വർക്ക് ലെയറിൻ്റെ ഫങ്ഷണാലിറ്റീസാണ് ഇവിടെ ഇൻ്റർനെറ്റ് ലെയർ ചെയ്യുന്നത്. ഈ ഡാറ്റ ലിങ്ക് ലെയർ ചെയ്യുന്നതും ഫിസിക്കൽ ലെയർ ചെയ്യുന്നതും കൂടി 2 ഫങ്ഷണാലിറ്റീസും കൂടിയാണ് ഇവിടെ നെറ്റ്വർക്ക് ആക്സസ് ലെയർ ചെയ്യുന്നത്. സോ നമുക്കറിയാം, നമ്മളിപ്പോൾ യൂസർ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്ന ആളിനെ നമ്മൾ യൂസർ എന്നാണ് പറയുന്നത്. അപ്പോൾ യൂസറിൻ്റെ സ്ഥാനം എന്ന് പറയുന്നത് ഇവിടെ. ദാറ്റ് മീൻസ് ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്നു. അപ്പോൾ യൂസർ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുമ്പോൾ ആ ആപ്ലിക്കേഷൻ ഡേറ്റ ജനറേറ്റ് ചെയ്യും. ആ ജനറേറ്റ് ചെയ്യുന്ന ഡേറ്റ നമ്മൾ പറഞ്ഞു ഓൾറെഡി, അത് മൂവ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഡൗൺവേർഡ്, താഴോട്ടായിരിക്കും ആ ഡേറ്റ മൂവ് ചെയ്യുന്നത്. മൂവ് ചെയ്ത് നെറ്റ്വർക്ക് ആക്സസ് ലെയറിൽ കഴിഞ്ഞ് അവിടെ നിന്ന് ട്രാൻസ്മിഷൻ മീഡിയ വഴി ഇത് റിസീവർ സൈഡിൽ എത്തുന്നു. അപ്പോൾ നമുക്കറിയാം, ഇങ്ങനെ താഴോട്ട് വരുന്ന ഈ ആപ്ലിക്കേഷൻ ജനറേറ്റ് ചെയ്യുന്ന ഡേറ്റ ഓരോ ലെയർ വഴി ഇങ്ങനെ താഴോട്ട് വന്ന് നെറ്റ്വർക്ക് ആക്സസ് ലെയറിൽ എത്തുമ്പോൾ ആ ഡേറ്റയെ നമ്മൾ എന്ത് ചെയ്യും? സിഗ്നലാക്കി കൺവേർട്ട് ചെയ്യും. സിഗ്നലാക്കിയതിന് ശേഷമായിരിക്കും അതിനെ ഈ ഒരു ട്രാൻസ്മിഷൻ മീഡിയയെ കൂടി സെൻഡ് ചെയ്യുന്നത്. ആ സിഗ്നൽ ഇവിടെ റിസീവർ സൈഡിലും ഇതുപോലെ ഒരു പ്രോട്ടോകോൾ സ്യൂട്ട് അവിടെ റൺ ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ ഈ സിഗ്നൽ ഇവിടെ എത്തുമ്പോൾ അവിടെ നമ്മുടെ നെറ്റ്വർക്ക് ആക്സസ് ലെയർ എന്ത് ചെയ്യും? ആ വരുന്ന സിഗ്നലിനെ കൺവേർട്ട് ചെയ്ത് ഡേറ്റയാക്കും. ഡിജിറ്റൽ ഡേറ്റയാക്കിയിട്ട് ആ ഡേറ്റയുടെ ഡയറക്ഷൻ എന്ന് പറയുന്നത് എങ്ങോട്ടായിരിക്കും? അപ്വേർഡ് മോഷൻ ആയിരിക്കും. അതായത് മുകളിലോട്ടായിരിക്കും ആ ഡേറ്റയുടെ മൂവ്മെൻ്റ് എന്ന് പറയുന്നത്. ആപ്ലിക്കേഷൻ ഡേറ്റ ജനറേറ്റ് ചെയ്യുന്നു എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഡേറ്റ എന്ന് പറയുന്നത് ആ മൂവ് ചെയ്യുന്നത് താഴോട്ടായിരിക്കും, ഡൗൺവേർഡ് ഡയറക്ഷനിലായിരിക്കും. സോ നമ്മൾ ഓരോ ലെയറിലും, നമ്മൾ OSIയിൽ പറഞ്ഞതുപോലെ തന്നെയാണ് ഓരോ ലെയറിലും ഡേറ്റയ്ക്ക് ഓരോരോ പേരാണ് നമ്മൾ പറയുന്നത്. ദാറ്റ് മീൻസ് ആപ്ലിക്കേഷൻ ലെയറിൽ ആപ്ലിക്കേഷൻ ജനറേറ്റ് ചെയ്യുന്ന ഡേറ്റ, ദാറ്റ് മീൻസ് അതിനെ നമ്മൾ ഡേറ്റ എന്ന് തന്നെയാണ് പറയുന്നത്. ഇനി ആ ഡേറ്റ താഴോട്ട് ട്രാൻസ്പോർട്ട് ലെയറിൽ എത്തുമ്പോൾ നമ്മൾ ആ ഒരു ഡേറ്റ യൂണിറ്റിനെ നമ്മൾ എന്തെന്ന് പറയും? സെഗ്മെൻ്റ് എന്നാണ് പറയുന്നത്. അത് കഴിഞ്ഞ് ഡേറ്റ മൂവ് ചെയ്ത് ഇൻ്റർനെറ്റ് ലെയറിൽ എത്തുമ്പോൾ നമ്മൾ ആ ഡേറ്റ യൂണിറ്റിനെ പറയുന്ന പേരാണ് പാക്കറ്റ്. നെറ്റ്വർക്ക് ആക്സസ് ലെയറിൽ ഡേറ്റ യൂണിറ്റിനെ പറയുന്നത് ഫ്രെയിം എന്നാണ്. ഓരോ ലെയേഴ്സിൻ്റെ ഫങ്ഷണാലിറ്റീസ് നമ്മൾ ഈ OSIയിൽ നമ്മളെ എല്ലാ ലെയേഴ്സിൻ്റെയും ഫങ്ഷണാലിറ്റീസ് നമ്മൾ പറഞ്ഞതാണ്. സോ അതേ ആ സെയിം റെസ്പോൺസിബിലിറ്റീസ് തന്നെയാണ് ഇവിടെയും പറയുന്നത്. ദാറ്റ് മീൻസ് നെറ്റ്വർക്ക് ആക്സസ് ലെയർ, ആ ലെയർ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ OSI മോഡലിൽ പറഞ്ഞു ഡേറ്റ ലിങ്ക് ലെയർ എന്താണ്, അതിൻ്റെ റെസ്പോൺസിബിലിറ്റീസ് എന്താണ്, ഫിസിക്കൽ ലെയറിൻ്റെ റെസ്പോൺസിബിലിറ്റീസ് എന്താണ്, അതിൻ്റെ ആ 2 ലെയറിൻ്റെ റെസ്പോൺസിബിലിറ്റീസ് ആണ് ഇവിടെ നമ്മുടെ നെറ്റ്വർക്ക് ആക്സസ് ലെയർ ചെയ്യുന്നത്. ദാറ്റ് മീൻസ് ഇവിടെ നമ്മൾ എന്താണ് പറയുന്നത്? നോഡ് ടു നോഡ് ഡെലിവറി എങ്ങനെയാണ്? നോഡ് ടു നോഡ്, അല്ലെങ്കിൽ നമുക്ക് പറയാം ഹോപ്പ് ടു ഹോപ്പ്. അതായത് ഒരു സെയിം നെറ്റ്വർക്കിൽ
വിത്തിൻ എ നെറ്റ്വർക്ക് ഒരു നോഡിൽ നിന്ന് മറ്റൊരു നോഡിലേക്ക് എങ്ങനെ മെസ്സേജ് ട്രാവൽ ചെയ്യുന്നു, ആ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ നെറ്റ്വർക്ക് ആക്സസ് ലെയർ പറയുന്നത്. സോ ഇവിടെ നമുക്ക് എന്തൊക്കെ പറയാം? നമ്മൾ ഡാറ്റ ലിങ്ക് ലെയറിൽ നമ്മൾ പറഞ്ഞു എന്തൊക്കെ റെസ്പോൺസിബിലിറ്റീസ് ചെയ്യുന്നു. ആക്സസ് കൺട്രോൾ ഉണ്ട്, എറർ കൺട്രോൾ ഉണ്ട്, അതുപോലെ തന്നെ ഫ്ലോ കൺട്രോൾ. അപ്പോൾ നമുക്ക് പറയാം ആ റെസ്പോൺസിബിലിറ്റീസ് എല്ലാം നെറ്റ്വർക്ക് ആക്സസ് ലെയറും ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെ ഫങ്ഷണാലിറ്റീസ് നമ്മൾ ലിസ്റ്റ് ഔട്ട് ചെയ്യുകയാണെങ്കിൽ എറർ കൺട്രോളിങ് ചെയ്യുന്നു, എറർ കൺട്രോൾ ഉണ്ട്, ഫ്ലോ കൺട്രോൾ, ആക്സസ് കൺട്രോൾ, ഇതെല്ലാം നെറ്റ്വർക്ക് ആക്സസ് ലെയറും ചെയ്യുന്നുണ്ട്. ഇനി ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന അഡ്രസ്സിംഗ് എന്ന് പറയുന്നത് മാക് അഡ്രസ്സാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. മാക് അഡ്രസ്സ് എന്ന് പറയുന്നത് 48 ബിറ്റ് ലോങ് ആണ്. ഒരു സെയിം നെറ്റ്വർക്കിൽ ഡിവൈസുകളെല്ലാം നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മാക് അഡ്രസ്സ് ഉപയോഗിക്കുന്നത്. ഇനി ഫിസിക്കൽ ലെയർ എന്താണ് OSIയിൽ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഹാർഡ്വെയർ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്. അതായത് ഈ ഒരു ഡിജിറ്റൽ ഡേറ്റയെ എങ്ങനെ സിഗ്നലായിട്ട് കൺവേർട്ട് ചെയ്യാം, ഏത് ട്രാൻസ്മിഷൻ മീഡിയം നമുക്ക് യൂസ് ചെയ്യാം, ഏത് ടോപ്പോളജി യൂസ് ചെയ്യാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഫിസിക്കൽ ലെയർ ചെയ്യുന്നത്. ആ കാര്യങ്ങളെല്ലാം നെറ്റ്വർക്ക് ആക്സസ് ലെയറും ചെയ്യുന്നു. അതായത് ഏത് ട്രാൻസ്മിഷൻ മീഡിയം യൂസ് ചെയ്യാം, ഏത് ടോപ്പോളജി നമുക്ക് യൂസ് ചെയ്യാം, അങ്ങനെയുള്ള ഹാർഡ്വെയർ റിലേറ്റഡ് ഉള്ള കാര്യങ്ങളെല്ലാം നെറ്റ്വർക്ക് ആക്സസ് ലെയർ ആണ് ഇവിടെ ചെയ്യുന്നത്. നെക്സ്റ്റ് ഹയർ ലെവലാണ് ഇൻ്റർനെറ്റ് ലെയർ. അതായത് OSIയുടെ നെറ്റ്വർക്ക് ലെയറിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ ഇൻ്റർനെറ്റ് ലെയർ എന്നാണ് നമ്മൾ പറയുന്നത്. ദാറ്റ് മീൻസ് ഇവിടെ നമ്മൾ പറയുന്ന ഡേറ്റ യൂണിറ്റിന് നമ്മൾ പാക്കറ്റ് എന്നാണ് പറയുന്നത്. അതായത് സോഴ്സിൽ നിന്ന് ഡെസ്റ്റിനേഷനിലേക്ക് എങ്ങനെ പാക്കറ്റ് മൂവ് ചെയ്യുന്നു എന്നാണ് നമ്മൾ ഇൻ്റർനെറ്റ് ലെയർ പറയുന്നത്. ദാറ്റ് മീൻസ് ഇപ്പം നമുക്കറിയാം സോഴ്സിൽ നിന്ന് ഇത് സോഴ്സ്, ഇത് ഡെസ്റ്റിനേഷൻ. അപ്പോൾ സോഴ്സിൽ നിന്ന് ഡെസ്റ്റിനേഷനിൽ പോകാൻ മൾട്ടിപ്പിൾ പാത്ത് ഉണ്ടാവും. അപ്പം അതിൽ ഏതാണ് റിലയബിൾ ആയിട്ടുള്ള പാത്ത്, ഏതാണ് ബെറ്റർ പാത്ത് എന്നുള്ള ഡിസിഷനൊക്കെ എടുക്കുന്നത് ഇൻ്റർനെറ്റ് ലെയറാണ്. അതായത് അതിന് നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ റൗട്ടിംഗ് ആണ് ഇൻ്റർനെറ്റ് ലെയറിൻ്റെ ഫങ്ഷണാലിറ്റീസ് ആയിട്ട് പറയുന്നത്. അതായത് സോഴ്സിൽ നിന്ന് ഡെസ്റ്റിനേഷനിലോട്ട് പാക്കറ്റ് എങ്ങനെ മൂവ് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ആ ഒരു റൗട്ടിംഗ് ഡിസിഷനൊക്കെ എടുക്കുന്നത് റൗട്ടിംഗ് അൽഗോരിതത്തിൻ്റെ ബേസിലായിരിക്കും. സോ അതാണ് ഇൻ്റർനെറ്റ് ലെയറിൽ പറയുന്നത്. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന അഡ്രസ്സിംഗ് എന്ന് പറയുന്നത് IP ആണ്. IP എന്ന് പറയുന്നത് 32 ബിറ്റ് ലോങ് ആണ്. സോ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന പ്രോട്ടോകോൾ എന്ന് പറയുന്നത് IPv4, IPv6 ഇതെല്ലാമാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. ഇതിനെ പറ്റിയൊക്കെ IPv4, IPv6 ഒക്കെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഇനി കാണും. സോ ഇൻ്റർനെറ്റ് ലെയറിൻ്റെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് സോഴ്സ് ടു ഡെസ്റ്റിനേഷൻ ആണ്. സോഴ്സ് ടു ഡെസ്റ്റിനേഷൻ പാക്കറ്റ് എങ്ങനെ മൂവ് ചെയ്യുന്നു എന്നാണ് ഇൻ്റർനെറ്റ് ലെയറിൽ പറയുന്നത്. നെക്സ്റ്റ് ഹയർ ലെവൽ ട്രാൻസ്പോർട്ട് ലെയർ. OSI മോഡലിലെ ട്രാൻസ്പോർട്ട് ലെയറിന് കറസ്പോണ്ടിങ് ഇവിടെയും ട്രാൻസ്പോർട്ട് ലെയർ എന്ന് തന്നെയാണ് പറയുന്നത്. ഇവിടുത്തെ ഈ ലെയറിൻ്റെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് എൻഡ് ടു എൻഡ് ഡെലിവറി അല്ലെങ്കിൽ നമ്മൾ പ്രോസസ് ടു പ്രോസസ് കമ്മ്യൂണിക്കേഷൻ എന്നും പറയാം. അതായത് സെഗ്മെൻറ്റ്, ഇവിടെ നമ്മൾ ഡേറ്റ യൂണിറ്റിന് സെഗ്മെൻറ്റ് എന്നാണ് പറയുന്നത്. സോ ട്രാൻസ്പോർട്ട് ലെയറിൻ്റെ ആ ഒരു ഫങ്ഷണാലിറ്റീസ് ഒക്കെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മളിവിടെ OSI മോഡൽ ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞതാണ്. ദാറ്റ് മീൻസ് സെഗ്മെൻറ്റ്സ്, പ്രോസസ് ടു പ്രോസസ് കമ്മ്യൂണിക്കേഷൻ, എങ്ങനെ സെഗ്മെൻറ്റ് മൂവ് ചെയ്യുന്നു എന്നുള്ളതാണ് ട്രാൻസ്പോർട്ട് ലെയറിൻ്റെ റെസ്പോൺസിബിലിറ്റി ആയിട്ട് പറയുന്നത്. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന പ്രോട്ടോകോൾസ് എന്ന് പറയുന്നത് TCPയും UDPയും. TCP എന്ന് പറയുന്നത് ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോകോൾ. ഇതെന്ന് പറയുന്നത് ഒരു കണക്ഷൻ ഓറിയൻറ്റഡ് പ്രോട്ടോകോളാണ്. UDP എന്ന് പറയുന്നത് യൂസർ ഡേറ്റാഗ്രാം പ്രോട്ടോകോൾ. ഇത് കണക്ഷൻ ലെസ് പ്രോട്ടോകോളാണ്. അപ്പം ട്രാൻസ്പോർട്ട് ലെയറിൽ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന പ്രോട്ടോകോളാണ് TCPയും UDPയും. ഹയസ്റ്റ് ലെയർ എന്ന് പറയുന്നത് ആപ്ലിക്കേഷൻ ലെയർ. ദാറ്റ് മീൻസ് എന്താണ്? യൂസർ ഇൻ്റർഫേസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നത്.
ദാറ്റ് മീൻസ് യൂസർ ഡയറക്റ്റായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്ന ലെയറാണ് ആപ്ലിക്കേഷൻ ലെയർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു OSI ലെയറിലെ ആപ്ലിക്കേഷൻ ലെയറും പ്രസൻറ്റേഷൻ ലെയറും സെക്ഷൻ ലെയറും ചെയ്യുന്ന ആ ഒരു റെസ്പോൺസിബിലിറ്റീസ് ഇവിടെ ആപ്ലിക്കേഷൻ ലെയറാണ് ചെയ്യുന്നതെന്ന്. ദാറ്റ് മീൻസ് എന്തൊക്കെ റെസ്പോൺസിബിലിറ്റീസ് നമുക്ക് പറയാം? നമ്മൾ പറഞ്ഞു സെക്ഷൻ ലെയർ എന്തെല്ലാം ചെയ്യും? ഒരു സെക്ഷൻ ക്രിയേറ്റ് ചെയ്യുക, അതിനെ മാനേജ് ചെയ്യുക, അതിനെ ടെർമിനേറ്റ് ചെയ്യുക, ഇതെല്ലാമാണ് നമ്മൾ സെക്ഷൻ ലെയറിൻ്റെ റെസ്പോൺസിബിലിറ്റീസ് ആയിട്ട് പറയുന്നത്. സോ അതെല്ലാം ഇവിടെ ആപ്ലിക്കേഷൻ ലെയറാണ് ചെയ്യുന്നത്. ഇനി പ്രസൻറ്റേഷൻ ലെയറിൽ നമ്മൾ പറഞ്ഞു കോഡ് ട്രാൻസ്ലേഷൻ, അതായത് ആ ഒരു കോഡ് ട്രാൻസ്ലേഷൻ, അതായത് ആസ്കി ടു എപ്സിഡിക് അല്ലെങ്കിൽ എപ്സിഡിക് ടു ആസ്കി അങ്ങനെയുള്ള ട്രാൻസ്ലേഷനൊക്കെ ചെയ്യുന്നതും ആപ്ലിക്കേഷൻ ലെയറാണ്. പിന്നെ കംപ്രഷൻ, ഡീകംപ്രഷൻ, അതുപോലെ തന്നെ എൻക്രിപ്ഷൻ, ഡീക്രിപ്ഷൻ അങ്ങനെയുള്ള എല്ലാ ഫങ്ഷണാലിറ്റീസും ചെയ്യുന്നത് ആപ്ലിക്കേഷൻ ലെയറാണ്. സോ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന പ്രോട്ടോകോൾസ് എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. HTTP, അതേപോലെ തന്നെ നമ്മൾ മെയിൽ ആപ്ലിക്കേഷന് വേണ്ടിയിട്ട് നമ്മൾ SMTP, POP, പിന്നെ ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ, ദാറ്റ് മീൻസ് FTP അങ്ങനെയുള്ള പ്രോട്ടോകോൾസൊക്കെയാണ് നമ്മൾ ആപ്ലിക്കേഷൻ ലെയറിൽ യൂസ് ചെയ്യുന്നത്. TCP/IP മോഡലിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന പ്രോട്ടോകോൾ ഏതാണെന്ന് വെച്ചാൽ ഈ പേരിൽ തന്നെയുണ്ട്, ദാറ്റ് മീൻസ് TCP ആൻഡ് IP. TCP എന്ന് പറയുന്നത് ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോകോളും IP എന്ന് പറയുന്നത് ഇൻ്റർനെറ്റ് പ്രോട്ടോകോളും ആണ്. സോ ഈ രണ്ട് പ്രോട്ടോകോളിൻ്റെ ബേസിലാണ് ഈ മോഡൽ തന്നെ ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുന്നത്. ബാക്കിയുള്ള പ്രോട്ടോകോളെല്ലാം നെറ്റ്വർക്കിനനുസരിച്ച് ചേഞ്ച് ചെയ്യാം. സോ TCP/IP മോഡലിൽ മെയിനായിട്ടും 4 ലെയേഴ്സാണ് ഉള്ളത്. പക്ഷേ ചില ടെക്സ്റ്റ് ബുക്കുകളിലൊക്കെ 5 ലെയേഴ്സായിട്ടും അവർ പറയുന്നുണ്ട്. ദാറ്റ് മീൻസ് ഇവിടെ നമ്മൾ നെറ്റ്വർക്ക് ആക്സസ് ലെയർ എന്ന് പറയുന്നത് OSI മോഡലിൽ തന്നെ ഡാറ്റ ലിങ്ക് ലെയറിൻ്റെയും ഫിസിക്കൽ ലെയറും കൂടെ കമ്പൈൻ ചെയ്തിട്ടാണ് നെറ്റ്വർക്ക് ആക്സസ് ലെയർ എന്നിവിടെ പറയുന്നത്. പക്ഷേ ചില ടെക്സ്റ്റുകളിലൊക്കെ അതിനെ രണ്ടായിട്ട് തന്നെയാണ് പറയുന്നത്. ദാറ്റ് മീൻസ് ഡാറ്റ ലിങ്ക് ലെയർ എന്നും ഫിസിക്കൽ ലെയർ എന്നും രണ്ടായിട്ട് തന്നെയാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് ടോട്ടൽ 5 ലെയേഴ്സായിട്ടും പറയുന്നുണ്ട്. പക്ഷെ കൂടുതലും TCP/IP മോഡൽ എന്ന് പറയുന്നത് 4 ലെയർ സ്ട്രക്ചർ എന്ന് തന്നെയാണ് പറയുന്നത്. OSI മോഡലും TCP/IP മോഡലും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് നോക്കാം. OSI മോഡൽ ഡെവലപ്പ് ചെയ്തത് ISO ആണ്. TCP/IP മോഡൽ ഡെവലപ്പ് ചെയ്തത് ARPANET ആണ്. സോ OSI എന്ന് പറയുന്നത് ഒരു തിയററ്റിക്കൽ മോഡലാണ്. സോ TCP/IP എന്ന് പറയുന്നത് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്ത ഒരു മോഡലാണ്. ദാറ്റ് മീൻസ് നമ്മൾ ഇൻ്റർനെറ്റിലൊക്കെ വേൾഡ് വൈഡ് ഇൻ്റർനെറ്റിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന പ്രോട്ടോകോൾ ഏതാണെന്ന് വെച്ചാൽ TCP/IP മോഡലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. OSIയിൽ മെയിനായിട്ടും 7 ലെയേഴ്സാണ് ഉള്ളത്. ഈ 7 ലെയേഴ്സും എന്താണ്, അതിൻ്റെ ഫങ്ഷൻസ് എന്താണ്, അതിൻ്റെ സർവീസസ് എന്താണ്, ഓരോ ലെയേഴ്സിൻ്റെ പ്രോട്ടോകോൾ എന്താണ് എന്നെല്ലാം വെൽ ഡിഫൈൻഡ് ആണ് OSI മോഡലിൽ. പക്ഷെ TCP/IP മോഡൽ എടുക്കുകയാണെങ്കിൽ ആദ്യം പ്രോട്ടോകോളാണ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. ആ പ്രോട്ടോകോൾ ഡിഫൈൻ ചെയ്തിട്ട് അതിൻ്റെ ബേസിലാണ് ആ ഒരു മോഡൽ തന്നെ ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുന്നത്. സോ OSI മോഡൽ എന്ന് പറയുന്നത് ഒരു റെഫറൻസ് മോഡലാണ്, ഒരു തിയററ്റിക്കൽ മോഡലാണെന്ന് നമുക്ക് പറയാം. ദാറ്റ് മീൻസ് എല്ലാ ലെയറും അതിൻ്റെ ഫങ്ഷണാലിറ്റീസും എല്ലാം വെൽ ഡിഫൈൻഡ് ആണ്. ഏത് പ്രോട്ടോകോൾ വേണമെങ്കിലും നമുക്ക് ഈ ഒരു മോഡലിൽ യൂസ് ചെയ്യാൻ പറ്റും. പക്ഷേ TCP/IP മോഡലിലാണെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ പ്രോട്ടോകോൾ സ്റ്റാക്ക് മാത്രമേ അതിൽ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ആ പ്രോട്ടോകോളിൻ്റെ ബേസിലാണ് ആ മോഡൽ തന്നെ ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുന്നത്. സോ ഒരു തിയററ്റിക്കൽ സ്റ്റഡീസിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നെല്ലാം നമുക്ക് ഒരു തിയററ്റിക്കൽ സ്റ്റഡീസിന് ഒരു ഡോക്യുമെൻറ്റേഷന് വേണ്ടിയിട്ടാണ് നമ്മൾ OSI റെഫറൻസ് മോഡൽ യൂസ് ചെയ്യുന്നത്. സോ ഒരു പ്രാക്ടിക്കൽ യൂസിന് അല്ലെങ്കിൽ നമ്മൾ ഇൻ്റർനെറ്റിലൊക്കെ നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്ത ഒരു മോഡലാണ് TCP/IP എന്ന് പറയുന്നത്. ഇതിൽ 4 ലെയേഴ്സാണ് വരുന്നത്. സോ ഇതിൽ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത് TCPയും IPയും പ്രോട്ടോക്കോളാണ്.
സോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.